ഡൊണാൾഡ് ട്രംപിന് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. വധശ്രമം എന്ന് പറയാൻ സാധിക്കില്ല. അവിടെ വെടിവെപ്പ്, അതായത് അദ്ദേഹം ഗോൾഫ് കളിച്ചുകൊണ്ടിരുന്ന ക്ലബിന് സമീപത്ത് വെടിവെപ്പുണ്ടായി. അത് പക്ഷേ ട്രംപിന് നേരെ ഉണ്ടായി. ലക്ഷ്യം അദ്ദേഹം തന്നെയായിരുന്നു എന്നുള്ളതാണ്. ആക്രമണത്തിന് ശ്രമിച്ച റയാൻ റൌത്തിനെ ഫ്ലോറിഡയിലെ കോടതിയിൽ ഹാജരാക്കി. 2 ഫെഡറൽ കുറ്റം റയാൻ റൌത്തിനെതിരെ ചുമത്തി. ക്രിമിനൽ പശ്ചാത്തലമുള്ളയാൾ തോക്ക് കൈവശം വെച്ചു, തോക്കിന്റെ സീരിയൽ നമ്പർ മായ്ച്ചു കളഞ്ഞു എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ട്രംപിന്റെ വധശ്രമവുമായി ബന്ധപ്പെട്ട ഇലോൺ മസ്കിന്റെ പ്രസ്താവനയും വിവാദമായിട്ടുണ്ട്. ബൈഡനെയും കമലാ ഹാരിസിനെയും ആരും വധിക്കാൻ ശ്രമിക്കുന്നില്ലെന്നായിരുന്നു മസ്കിന്റെ പ്രസ്താവന. തുടർന്ന് ഈ ട്വീറ്റ് മസ്ക് പിൻവലിക്കുകയും ചെയ്തു. ഏതായാലും അതാണ് ഈ പല അമേരിക്കക്കാർക്കും അങ്ങനെ ഒരു സംശയമുണ്ട് എന്ന് തോന്നുന്നു, തുടർച്ചയായി എന്തുകൊണ്ട് ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നു. സജിമോൻ ആന്റണി ചേരുകയാണ്. സജിമോൻ ആന്റണി, തെരഞ്ഞെടുപ്പ്, ഗുഡ് മോർണിംഗ്. ഓണാഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അമേരിക്കയിൽ? ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞു വരുന്നതേ ഉള്ളൂ. അവിടെ തുടങ്ങി കാണതേ ഉള്ളൂ അല്ലേ? നമ്മളിവിടെ ആഘോഷം അവസാനിപ്പിച്ചു ഇതിനെ കൊണ്ട്. അതെ അതെ അതെ. അമേരിക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓണത്തിന് മുൻപും ഓണം കഴിഞ്ഞും ഏകദേശം 1 മാസത്തോളം അതിന്റെ ആഘോഷങ്ങൾ മിക്കവാറും വീക്കെൻഡുകളിൽ നമ്മളല്ല ഓണം ആഘോഷിക്കുന്നത്, ശരിക്കും അവിടെയുള്ളവരാണ് ഓണം ആഘോഷിക്കുന്നത്. എങ്ങനെയാണ് അത്തപ്പൂക്കളടിയിലും സദ്യ ഉണ്ടാക്കലും ഒക്കെ ഉണ്ട് അല്ലേ? അത്തപ്പൂക്കളുണ്ട്, ചെണ്ടമേളമുണ്ട്, പുലികളിയുണ്ട്, മാവേലിയുണ്ട്. മാവേലി ഇത്തവണ ഞാൻ ഒരു പ്രോഗ്രാമിന് പോയപ്പം ഹഡ്സൺ റിവറിൽ കൂടെ കറങ്ങി 2 മണിക്കൂർ അതിൽ കൂടെ കറങ്ങി ന്യൂയോർക്ക് മുഴുവൻ സന്ദർശിച്ച് ഞങ്ങൾ ടൈംസ് സ്ക്വയറിലാണ് അവിടെ അത് കലാശക്കൊണ്ട് നടത്തിയത്. ടൈംസ് സ്ക്വയറിൽ ചെണ്ടമേളവും വാദ്യമേളവും അതോടൊപ്പം ഡാൻസും പാട്ടും ഓണപ്പൂക്കളവും പോലും ഇത്തവണ ഒരുക്കിയിരുന്നു. അപ്പൊ അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഓണ സെലിബ്രേഷൻ ആണ് അമേരിക്കയിൽ ഉടനീളം നടക്കുന്നത്. വിപുലമായ കാര്യങ്ങളാണല്ലേ? അതെ, തീർച്ചയായിട്ടും. യെസ്. അപ്പൊ ശരി, അപ്പൊ അതും കൂടെ വാർത്തയിലേക്ക് വരുമ്പോ മസ്ക് എന്തായാലും ആ ട്വീറ്റ് പിൻവലിച്ചു. അപ്പം 2 കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് അറിയുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായിട്ടും. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ദുഃഖകരമായ ഒരു കാര്യമാണ് ഈ ഒരു ഗൺ വയലൻസ് എന്ന് പറയുന്നത്. നമ്മൾ പ്ലെയിൻ ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അമേരിക്കയുടെ ഒരു ശാപമാണ്. സെക്കൻഡ് അമെൻഡ്മെന്റ് അത് 1791 ഡിസംബർ 15 അന്ന് പ്രസിഡന്റ് ജെയിംസ് മാഡിസന്റെ സമയത്താണ് ആ ഒരു സെക്കൻഡ് അമെൻഡ്മെന്റ് വന്നത്. അതിനുശേഷം സെക്കൻഡ് അമെൻഡ്മെന്റ് ബേസിക്കലി അമേരിക്കൻ ജനതയ്ക്ക് അല്ലെങ്കിൽ പൗരന്മാർക്ക് ഇങ്ങനെയുള്ള ആയുധങ്ങൾ കൈവശം വെക്കാനുള്ള റൈറ്റ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, അമേരിക്ക എന്ന് പറയുന്ന ഒരു ഫ്രീ കൺട്രിയാണ്. ഫ്രീ സ്പീച്ച് ഉണ്ട്, ഫ്രീ പ്രസിന്റെ ഫ്രീഡം ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ ഈ ആയുധങ്ങൾ കൈവെക്കാനുള്ള ഒരു ഫ്രീഡവും ഉണ്ട്. സംഭവം അത് എവിടെയൊക്കെയോ മിസ്യൂസ് ആകുന്നുണ്ടോ, അതിനൊരു കൺട്രോൾ ഇല്ലാതെ പോകുന്നുണ്ടോ എന്നതാണ് അതിന്റെ ഒരു സംശയം. കാരണം ഏറ്റവും കൂടുതൽ ഏകദേശം 50,000 ആൾക്കാരാണ് ഒരു വർഷം അമേരിക്കയിൽ ഒരു ആവറേജ് ഒരു ഗൺ വയലൻസിൽ മരിക്കപ്പെടുന്നത് അല്ലെ കൊല്ലപ്പെടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 11 മിനിറ്റിലും ഒരു മരണമാണ് ഗൺ വയലൻസ് നടക്കുന്നത്. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും വലിയൊരു ബോംബ് ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് കൺട്രികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് എന്ന്. പക്ഷെ ഇതാണ് ഒരു സത്യം. ഡെവലപ്ഡ് കൺട്രിയുടെ പട്ടിക നോക്കുകയാണെങ്കിൽ അമേരിക്ക അതിന് മുന്നിലാണ്. എന്നാൽ അമേരിക്കക്കാളും കൂടുതൽ ഗൺ വയലൻസ് ഉള്ള മറ്റ് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളുണ്ട്. എക്സ്പെഷ്യലി എൽ സൽവഡോറും വെനിസുലയും മെക്സിക്കോയും കൊളംബിയയും ഒക്കെയാണ്. അപ്പൊ അതൊക്കെ വളരെ പൂവർ കൺട്രിയാണ്. എന്നാൽ അമേരിക്കയെ പോലെ ഒരു ഡെവലപ്പ് കൺട്രിയിൽ ഇത് വളരെ ഒരു വേദനാജനകമായ കാര്യമാണ്. ഇനി ട്രംപിന്റെ കാര്യത്തിലേക്ക് പറയുവാണെങ്കിൽ ഈ ഒരു മാസത്തിനകത്താണ് 2 അറ്റംപ്റ്റ് വരുന്നത്. പെൻസിൽവേനിയയിൽ കഴിഞ്ഞ മാസം ട്രംപ് റാലി നടന്നിരുന്ന ആ സമയത്ത് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ചെവി തുളച്ചുകൊണ്ടാണ് പോയത്. അത് വളരെ ഒരു ലക്കായിരുന്നു. അത് സീക്രട്ട് സർവീസിന്റെ ഒരു അട്ടർ ഫെയിലിയർ ആയിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഇന്നലത്തെ ആ ഒരു വധശ്രമത്തിനകത്ത് നിന്ന് ട്രംപ് രക്ഷപ്പെട്ടത് അത് സീക്രട്ട് സർവീസിന്റെ ഒരു സക്സസ് ആയിട്ടാണ് ഇവിടെ അതിനെ ടേൺ അറൗണ്ട് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾക്ക് എവർക്കും അറിയാം, ട്രംപിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു എക്സ് പ്രസിഡന്റ് സെക്യൂരിറ്റി ഒരിക്കലും കറന്റ് പ്രസിഡന്റിന്റെ ഈക്വൽ ആയിരിക്കത്തില്ല. അതുകൊണ്ട് എന്നാലും ട്രംപിന് ഒരു പ്രത്യേക പരിഗണന ഉണ്ട് ഇപ്പോഴത്തെ ഒരു കാൻഡിഡേറ്റ് എന്ന രീതിയിലും. അതൊക്കെ തന്നെ സീക്രട്ട് സർവീസ് അദ്ദേഹത്തോടൊപ്പം വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. 3 ലെയറിൽ ഉള്ളതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതായത് ട്രംപ് ഗോൾഫ് കളിക്കുന്ന ആ ഒരു മൈതാനത്ത് ട്രംപ് 5ാമത്തെ ഹോളിലും 6ാമത്തെ അവിടെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. 18 ഹോളുകളുള്ള ഗോൾഫ് കോഴ്സ് ആയിരുന്നു അത്. അപ്പം അതിനകത്ത് ട്രംപിന് മുന്നിൽ ഹോൾ നമ്പർ 7ലും 8ലും 9ലും ആദ്യം സെക്യൂരിറ്റി ചെക്ക് ചെയ്യും. ആ ഒരു സമയത്താണ് ഈ ഒരു തോക്കിന്റെ മുന പൊന്തക്കാട്ടിലൂടെ വേലിയിലൂടെ സീക്രട്ട് സർവീസിന്റെ കണ്ണിൽ പെടുകയും
സീക്രട്ട് സർവീസ് അങ്ങോട്ട് വെടിവെക്കുകയുമാണ് ഉണ്ടായത്. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അക്രമി ഇങ്ങോട്ട് വെടിവെച്ചു എന്നുള്ളത്. ആക്ച്വലി ഇങ്ങോട്ട് വെടിവെച്ചില്ല. എനിക്കറിയാൻ കഴിയുന്നത് ഏകദേശം 12 മണിക്കൂറോളം ഈ ഒരു അക്രമി ഈ പൊന്തക്കാട്ടിൽ പതുങ്ങി കിടക്കുകയായിരുന്നു ഈ ഒരു വരവിന് വേണ്ടിയിട്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യങ്ങൾ ഓരോ ദിവസവും വ്യത്യസ്തമായി വരുന്നുണ്ടല്ലോ സജീവൻ ആന്റണി. ഇപ്പോൾ ഈ കമലാ ഹാരിസ് സർവേകളിലൊക്കെ മുന്നിലാണ്. ഇനിയും ഒരു സംവാദത്തിന് തയ്യാറാകാൻ ഇല്ല എന്ന് ട്രംപ് പറയുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ ട്രംപ് അല്പം പുറകോട്ട് പോകുന്ന പ്രശ്നം കൂടി സംഭവിക്കുന്നുണ്ട്. അതിനെ എങ്ങനെ അതിജീവിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്? ഇത്തരം വാർത്തകൾ അമേരിക്കൻ ജനതയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? അമേരിക്കൻ ജനത ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നത്. കാരണം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ, അമേരിക്കൻ ജനാധിപത്യത്തിൽ ഇവിടെ അക്രമത്തിന് ഒരു പ്രസക്തിയില്ല എന്നുള്ളത് വസ്തുതയാണ്. മുമ്പ് ഞാൻ പറഞ്ഞു ഏകദേശം 50,000 ആൾക്കാർ മരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് മിക്കവാറും ഇങ്ങനെയുള്ള മാസ് ഷൂട്ടിങ്സിന്റെ ഫലമായിട്ടാണ്. ഇന്ന് തന്നെ ഫ്ലോറിഡയിൽ 11 വയസ്സുള്ള ഒരു കൊച്ച് മിഡിൽ സ്കൂളിലേക്ക് തോക്കുമായിട്ട് വന്നു. അതിനെ പോലീസ് കറക്റ്റ് സമയത്ത് ഇന്റർവ്യൂ ചെയ്തു. കഴിഞ്ഞ ആഴ്ചയായിരുന്നു 14 വയസ്സുകാരൻ 4 പേരെ ഷൂട്ട് ഡൗൺ ചെയ്തത്. അങ്ങനെ എല്ലാ അക്രമങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. എന്നാലും രാഷ്ട്രീയത്തിനകത്ത് അതിനകത്ത് ഒരു പങ്കുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ ഒരു അക്രമം, ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായ അതേ സമയം തന്നെ പ്രസിഡന്റ് ബൈഡനും കമലാ ഹാരിസും സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയുണ്ടായി. അമേരിക്കൻ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് അക്രമത്തിന് യാതൊരു സ്ഥാനവുമില്ലെന്നോ അതിനെ ശക്തിയുക്തം അപലപിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് ഒരു സിറ്റുവേഷൻ, ഒരു വ്യത്യാസം വന്നത് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് JD വാൻസും ഒരുമിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയെ അല്ലെങ്കിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ ബ്ലെയിം ചെയ്യുകയാണ് ഉണ്ടായത്. ട്രംപിന്റെ സെക്യൂരിറ്റിയിലുള്ള സീക്രട്ട് സർവീസിന്റെ വീഴ്ചയാണ് ഇത് പ്രതിഫലിക്കുന്നത് എന്നും ഇതിന്റെ ഉത്തരവാദിത്വം ബൈഡൻ ഹാരിസ് അഡ്മിനിസ്ട്രേഷൻ ആണ് എന്നും ബൈഡൻ ഹാരിസ് അല്ലെങ്കിൽ ഹാരിസ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആണ് എന്നുള്ള ഒരു ന്യൂസ് ഔട്ട്ലെറ്റ് ഉണ്ടായി. എലോങ് വിത്ത് ദാറ്റ് താങ്കൾ പറഞ്ഞുകൊണ്ട് തന്നെ എലോൺ മസ്ക് ഒരു ട്വീറ്റ് ചെയ്യുകയും അതിനെ വിഡ്രോ ചെയ്യുകയും ചെയ്തു. ഏതായാലും രാഷ്ട്രീയമായിട്ട് വളരെ കലുഷിതമായിട്ടാണ് ഇപ്പൊ പോകുന്നത്. ഇതിനൊരു ഓൾട്ടർനേറ്റീവ് തിയറിയും ഉണ്ട്. ഏകദേശം പലപ്പോഴും നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ ഇവിടുന്ന് കേൾക്കാറുണ്ട്, ഇലക്ഷൻ വരുമ്പോഴത്തേക്കും കാശ്മീരിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നം വരും, അത് വോട്ടിനെ ബാധിക്കാനാണ് എന്നുള്ള തരത്തിലുള്ള സംസാരങ്ങൾ വരുന്നത് പോലൊക്കെ തന്നെ അമേരിക്കയിലും അങ്ങനെ ഒരു സംസാരമാണ്, ഒരു ഓൾട്ടർനേറ്റീവ് തിയറി ഉണ്ട്. ഇതൊക്കെ തന്നെ കാരണം ട്രോക്ക് ഇങ്ങോട്ട് വെടിവെച്ചിട്ടില്ല, അപ്പൊ ഇതൊരു ഗിമിക്സ് ആയിരുന്നോ, അങ്ങനെയാണോ, റിയൽ ആയിട്ടൊരു ത്രെട്ട് ഉണ്ടായിരുന്നോ, അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു ഓൾട്ടർനേറ്റീവ് കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഇതൊന്നും ഒഫീഷ്യൽ ആയിട്ടുള്ള ഏതായാലും FBI അല്ലെങ്കിൽ സീക്രട്ട് സർവീസ് ഏജൻസും ഇതിനെ വളരെ ശക്തിയുക്തം ആണ് ഈ ഒരു അന്വേഷണം മുന്നേക്ക് പോകുന്നത്. ഈ ഒരു അക്രമിക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലവുമുണ്ട്. എന്നാൽ വലിയൊരു സിവിയർ അല്ല. ഫെലണി ഉൾപ്പെടെ വണ്ടിയുടെ ടിക്കറ്റ് അല്ലെങ്കിൽ ട്രാഫിക് ടിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഏകദേശം 8ഓളം കാര്യങ്ങൾക്ക് ഇദ്ദേഹത്തെ ഓൾറെഡി പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഗണ്ണിന്റെ ഇതിനു വേണ്ടിയിട്ട് തന്നെ 2 വർഷമോ അതോ 1 വർഷമോ മുമ്പ് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു ഇൻസിഡന്റ് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതോറിറ്റിക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ അതോറിറ്റീസ് നമ്മുടെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ ഓഫീസിൽ വന്ന് നമ്മളെ ഇന്റർവ്യൂ ചെയ്ത് മേക്ക് ഷുവർ ചെയ്യും ഇത് ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ. എന്നാൽ അവിടെ പോലും ഇത് ഫെയിലർ ആയി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരിക്കൽ കൂടി ഓണാശംസകൾ. താങ്കളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, നമ്മുടെ ഒരു വലിയ കമ്മ്യൂണിറ്റി അവിടെ ജീവിക്കുന്നുണ്ട്, എല്ലാവർക്കും ഞങ്ങളുടെ ന്യൂസ് 8ന്റെ വക ഓണാശംസ അറിയിക്കണം. നന്ദി. താങ്ക് യു. നിങ്ങൾക്ക് ഏവർക്കും ഓണാശംസകൾ. എല്ലാ സമ്പൽ സമൃദ്ധിയും ഹാപ്പിനെസ്സും സ്നേഹവും നേരുന്നു. അമേരിക്കൻ ജനതയുടെ അല്ലെങ്കിൽ അമേരിക്കൻ കനേഡിയൻ ജനതയുടെ ഒന്നടങ്കം നേരുകയാണ്. താങ്ക് യു വെരി മച്ച്.